സിൽവർ ലൈനിൽ പുതിയ നീക്കവുമായി സംസ്ഥാന സർക്കാർ. മെട്രോമാൻ ഇ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചു. ചർച്ചയ്ക്ക് സർക്കാർ കേന്ദ്രത്തോട് സമയം തേടി. മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ചെന്ന് കേരളത്തിന്റെ പ്രതിനിധി കെ വി തോമസ് പറഞ്ഞു. ഇടത് ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒരു ആശയമാണ് ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം വേണമെന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു വർഷം മുമ്പ് മെട്രോ ശ്രീധരൻ തന്നെ CM-ന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CM-ന്റെ നിർദ്ദേശപ്രകാരം മെട്രോ ശ്രീധരന് ഉദ്യോഗസ്ഥന്മാരെ പോയി കണ്ട് സംസാരിച്ചു. ഇപ്പോൾ വീണ്ടും ഒരു മാസം മുമ്പ് മെട്രോ ശ്രീധരൻ CM-നെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലുകൾ എഴുതി കൊടുത്തു. മുഖ്യമന്ത്രി റെയിൽവേ മിനിസ്റ്ററുമായിട്ട് നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് CM നിർദ്ദേശിച്ചതനുസരിച്ച് റെയിൽവേ മിനിസ്റ്റർ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം. ജോയ്സ്, ചർച്ചകളിലേക്ക് കടക്കുകയാണോ കേന്ദ്ര സർക്കാർ? ഈ വിഷയത്തിൽ അനുഭാവത്തോടെയുള്ള ഒരു സമീപനമാണോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്? സുജയ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. നിലവിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കുള്ളൊരു സമയമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തേടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സിൽവർ ലൈൻ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതി തന്നെയാണ്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ കൂടി ശേഖരിച്ച് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അത് കേന്ദ്രത്തിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളം മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഒരു തീയതിയാണ് വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ കേരള സർക്കാർ പോകുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ചർച്ചയ്ക്കുള്ളൊരു തീയതി ലഭിക്കുമെന്നാണ് കേരളത്തിന്റെ ദില്ലിയിലുള്ള പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയപരമായ രീതിയിലേക്ക് ഈ ചർച്ചകളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഈ ശ്രീധരന്റെ BJP രാഷ്ട്രീയമൊന്നും ഇതിലേക്ക് ചർച്ച ചെയ്യാനോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലേക്ക് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പകരം കേരളത്തിന്റെ ഒരു ആവശ്യം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം പറയാൻ കഴിയുകയുള്ളൂ എന്നുകൂടിയാണ് ഇതിൽ കെ വി തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരളം മുന്നോട്ട് പോകുന്നു. ഈ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നു. ഇനി ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ട് ഇതിലൊരു ചർച്ച ഒരുപക്ഷെ കേന്ദ്രം നടത്തിയേക്കാം എന്ന സൂചനകളും വരുത്തുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ തന്നെ കേന്ദ്രമന്ത്രിയുമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്താനുള്ള നീക്കത്തിലേക്കാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഈ തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രമേ ഇനി നമുക്ക് ലഭ്യമാക്കേണ്ടതുള്ളൂ. സുജയ.